നമസ്കാരം. കൃഷ്ണാരമിത്രത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സവിതയാണ് കേട്ടോ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീ ഗുരുവായൂരപ്പ ശ്രീനംഹാരെ. ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു കഥയായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഗുരുവായൂരപ്പൻ്റെ പാദത്തിൽ നമസ്കരിച്ചുകൊണ്ട് ഇന്ന് നരസിംഹമൂർത്തിയുടെ കഥ, നരസിംഹാവതാര കഥയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നരസിംഹാവതാരം, അതാ നരസിംഹ ജയന്തിയുടെ അന്ന് എന്താ പറയാതിരുന്നതെന്നൊക്കെ ചോദിച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് അത്ര കോൺഫിഡൻസ് ഇല്ല, ഒന്നുകൂടിയൊക്കെ മനസ്സിലാക്കി വേണം അദ്ദേഹത്തിൻ്റെ കഥയൊക്കെ പറയാൻ എന്ന്. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് കുറച്ചുകൂടിയൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. എത്രത്തോളം നന്നാവും എന്നുള്ളതൊന്നും അറിയില്ല. എന്തായാലും ആചാര്യൻ്റെ പാദത്തിൽ നമസ്കരിച്ചുകൊണ്ട് കൃഷ്ണപാദ മനുഷ്യം ഹൃദി ഭാവയാമി, ഹരികൃഷ്ണപാദ മനുഷ്യം ഹൃദി ഭാവയാമി. അപ്പോൾ ഞാൻ നാരായണീയ സപ്താഹത്തിലെ തോട്ടം കൃഷ്ണൻ നമ്പൂതിരി അദ്ദേഹം അനുസ്മരിച്ച് കേട്ടിട്ടുള്ളതാണ് ഈ ഒരു നരസിംഹമൂർത്തിയുടെ കഥ. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അതേപടിയൊന്നും നിങ്ങളിലേക്ക് എത്തിക്കാൻ മാത്രം വൈഭവം എനിക്കില്ലാച്ചാലും ഞാൻ ഏകദേശം ഒന്ന് ശ്രമിച്ചു നോക്കാം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും 24-ാമത്തെ ദിവസം ഭജനം തുടങ്ങി, അതായത് ഗുരുവായൂരപ്പനെ നാരായണീയം കൊണ്ട് സ്തുതിക്കാൻ തുടങ്ങി 24-ാമത്തെ ദിവസമാണ് ഇന്ന്. ആ ദിവസമാണ് അകത്തും കെട്ടുംപടിയിൽ കുളിച്ചു വന്നിരിക്കുന്ന മേൽപ്പത്തൂരിൻ്റെ മുമ്പിൽ ഒരു 3 വയസ്സുകാരൻ ഉണ്ണികൃഷ്ണനും വന്നിരുന്നു. ഇന്ന് എന്ത് കഥയാണ് മേൽപ്പത്തൂര് എന്നെ കേൾപ്പിക്കാൻ പോകുന്നത് എന്ന് ആകാംക്ഷാപൂർവം കാത്തിരിക്കുകയാണ് നമ്മുടെ ഉണ്ണികൃഷ്ണൻ. ശ്രോതാവായിട്ട് ഒരേ ഒരാളേ ഉള്ളൂ, വക്താവായിട്ട് മേൽപ്പത്തൂരും. അപ്പോൾ ഈ ഒരേ ഒരാൾ എപ്പോഴും ശ്രദ്ധയോടെ കേട്ടിരിക്കുന്നില്ലേ എന്ന് മേൽപ്പത്തൂരിങ്ങനെ ആകാംക്ഷാഭരിതം ഭഗവാനെയും നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണ് എഴുതി തുടങ്ങിയത് ആ 24-ാമത്തെ ദശകം, ആ ഹിരണ്യ കശിപുവിൻ്റെയും അതുപോലെ പ്രഹ്ലാദ ചരിതം എന്ന് പറയുന്ന ആ ഒരു വലിയ ഭാഗം. അപ്പോൾ ഹിരണ്യാക്ഷനെയും ഹിരണ്യകശിപുവിനെയും കുറിച്ച് അറിയാലോ. ഹിരണ്യാക്ഷൻ ഭഗവാൻ വരാഹമൂർത്തിയാൽ വധിക്കപ്പെട്ട കഥയും എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ സമയത്ത് ഹിരണ്യകശിപുവിന് ഹിരണ്യാക്ഷൻ്റെ ആ ഒരു വധത്തിലെ വല്ലാത്തൊരു പ്രതിഷേധം ഉണ്ടായിരുന്നു വിഷ്ണു ഭഗവാനോട്. അദ്ദേഹത്തിൻ്റെ അവതാരമായ വരാഹമൂർത്തിയാണല്ലോ തൻ്റെ സഹോദരനെ വധിച്ചത്. അപ്പോൾ സംശയം കൂടാതെ അദ്ദേഹം ഒരു പ്രതിജ്ഞ എടുക്കുകയാണ് കേട്ടോ. ഞാൻ ഹിരണ്യാക്ഷൻ്റെ ആ ഒരു സഹോദര സ്ഥാനത്തുള്ള ഹിരണ്യകശിപു ഇതിനാൽ ശപഥം ചെയ്തുകൊള്ളുന്നു, വിഷ്ണുവിനെ ഞാൻ തീർത്തിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ ഒരു ശപഥം എടുക്കുന്നത് കേട്ടോ. അങ്ങനെ അദ്ദേഹം ശപഥം എടുക്കുമ്പോൾ കൂട്ടാളികളായിട്ടുള്ള മറ്റ് അസുരന്മാരെ എല്ലാവരെയും വിളിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, ഓരോരുത്തരും ഓരോന്ന് ചെയ്യണം, വിഷ്ണുവിനെ ഇല്ലാതാക്കാൻ എന്തെല്ലാം ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ഇങ്ങനെ ഓരോരുത്തരും ആകാംക്ഷാഭരിതം കാത്തിരിക്കുകയാണ്. ഓരോ അസുരന്മാർക്ക് ഓരോ എന്താ പറയുക ഡ്യൂട്ടി അലോട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അതായത് ഭൂമിയിൽ വിഷ്ണു സ്തുതി നടത്തുന്ന എല്ലാവരെയും വധിക്കുക എന്നുള്ളത്, ഗോക്കളെ വധിക്കുക, ബ്രാഹ്മണരെ വധിക്കുക, വിഷ്ണുവിനെ സ്തുതിക്കുന്നത് ആരാണോ അവരെ എല്ലാം നശിപ്പിക്കുക എന്നുള്ള ഓരോ ഡ്യൂട്ടീസ് അലോട്ട് ചെയ്ത് കൊടുക്കുന്ന സമയത്താണ് ഇദ്ദേഹത്തിന് തോന്നിയത്, അങ്ങനെ ആയാൽ വിഷ്ണുവിനെ ജയിക്കാൻ സാധിക്കുമോ? അദ്ദേഹം ചിന്തിച്ചു, അതിനാദ്യം വേണ്ടത് എനിക്ക് ബലം ആർജിക്കുക എന്നതാണ്. അപ്പോൾ ഞാൻ ബലം ആർജിക്കണമെങ്കിൽ എനിക്ക് ഇങ്ങനെ സാധാരണ ഒരു അസുരജന്മത്തിൽ പറ്റില്ല, കുറച്ചുകൂടി എന്ന ഒരു അപ്ഗ്രഡേഷൻ നടത്തുക എന്നൊക്കെ പറയുന്ന പോലെ കുറച്ചുകൂടി ഒരു കഴിവ് അതെനിക്ക് എന്തായാലും വേണം എന്ന്. അങ്ങനെ അദ്ദേഹം ബ്രഹ്മാവിനെ തപസ് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹം ബ്രഹ്മാവിനെ തപസ് ചെയ്യാണ്. തപസ് ചെയ്ത് എന്താ പറയുക, കൊടിയ തപസ് എന്നൊക്കെ പറയാമല്ലോ, ആ രീതിയിലാണ് അദ്ദേഹം തപസ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ഒന്നേ ഉള്ളൂ, എങ്ങനെയെങ്കിലും ഭഗവാനെ ഇല്ലാതാക്കുക എന്നുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹം ഉഗ്ര തപസ്സിൽ ഏർപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു ശരീരമൊക്കെ ചെതലരിച്ച് നശിച്ചു പോയി. വെറും അസ്ഥികൂടം മാത്രമായി നിന്നുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു തപസ്. ആ സമയത്ത് ബ്രഹ്മദേവൻ നിവർത്തിയില്ലാതെ, അതായത് ആ ഒരു അദ്ദേഹത്തിൻ്റെ അസ്ഥി മാത്രമായിട്ടുള്ള അവിടെ നിന്ന് അദ്ദേഹം ആ ബ്രഹ്മദേവനെ ധ്യാനിക്കുന്നതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഒരു ചൂട്, ആ ഒരു ഊഷ്മാവ്, അത് ദേവേന്ദ്രന് പോലും താങ്ങാൻ ശക്തിയില്ലാതായി. ദേവലോകത്ത് പോലും അതിൻ്റെ ആ ഒരു സൈഡ് എഫക്റ്റ് എന്നൊക്കെ പറയില്ലേ, അതവിടെ ഏൽക്കാൻ തുടങ്ങിയപ്പോൾ ബ്രഹ്മദേവൻ മുന്നിൽ പ്രത്യക്ഷനായി. അങ്ങനെ ബ്രഹ്മദേവൻ വന്നിട്ട് ചോദിച്ചു, എന്ത് വരമാണ് വേണ്ടത് എന്ന്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, എനിക്ക് മരണത്തിനെ ജയിക്കണം എന്ന് പറഞ്ഞ സമയത്ത് ബ്രഹ്മദേവൻ പറഞ്ഞു, ജനിച്ചാൽ ഒരിക്കൽ മരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്, അതല്ലാതെ എന്ത് വരമാണ് വേണ്ടതെന്ന്. അപ്പോൾ ഹിരണ്യകശിപുവിന് ഇതൊന്ന് മുമ്പേ തന്നെ അറിയായിരുന്നു കേട്ടോ. അദ്ദേഹം എന്തായാലും ഇങ്ങനെ പറയുള്ളൂ എന്ന്. അതുകൊണ്ട് തന്നെ അദ്ദേഹം എല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്താ തയ്യാറാക്കി വെച്ചിരുന്നത്?
മരിക്കാതിരിക്കാൻ പറ്റില്ല എന്ന് ഉറപ്പിച്ച് പറയും. എന്നാൽ ഈ ദേവനെ ബ്രഹ്മാവിനെ ഒന്ന് കൺഫ്യൂസ് ചെയ്യിപ്പിച്ചിട്ട് ആ വരം കൂടെ നേടിയെടുക്കുക. ഇതായിരുന്നു ഹിരണ്യകശിപു കണ്ടെത്തിയ മാർഗം. എങ്ങനെയാ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുക? അദ്ദേഹം പറഞ്ഞു, വേണ്ട, എനിക്ക് കുറച്ചധികം വരങ്ങൾ ആവശ്യമുണ്ട്, ഒന്നല്ല ഒന്ന് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് എനിക്കിനി കുറച്ചധികം വരങ്ങളുടെ ആവശ്യമുണ്ട്, അത് തന്നാൽ മതി. അപ്പം എന്തൊക്കെയാ വേണ്ടത് എന്ന് ചോദിച്ചു. എനിക്ക് അകത്ത് വെച്ച് മരിക്കാൻ പറ്റില്ല, പുറത്ത് വെച്ച് മരിക്കാൻ പറ്റില്ല, ആകാശത്ത് മരിക്കാൻ പറ്റില്ല, ഭൂമിയിൽ മരിക്കാൻ പറ്റില്ല, മനുഷ്യരാൽ വധിക്കാൻ പാടില്ല, മൃഗങ്ങളാൽ വധിക്കാൻ പാടില്ല, ഇങ്ങനെ അങ്ങോട്ട് രാത്രിയിൽ പാടില്ല, പകൽ പാടില്ല, ഇങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് പറയാൻ തുടങ്ങിയിട്ടോ. അദ്ദേഹം ഇങ്ങനെ പറയാൻ തുടങ്ങിയ സമയത്ത് ബ്രഹ്മദേവന് മനസ്സിലായി ഇതിപ്പോൾ മരിക്കില്ല എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നതെന്ന്. ഈ വര ഇപ്പോൾ കൊടുക്കാതിരിക്കാൻ എന്താ വഴിയെന്നായി അദ്ദേഹം ആലോചിക്കണം. അപ്പോൾ ആചാര്യൻ അനുസ്മരിക്കാറുണ്ട്, വരം കൊടുക്കാതിരുന്നിട്ട് ഒരു കാര്യവുമില്ല. കാരണം എന്താ, ഹിരണ്യകശിപു ഇവിടെ നിന്ന് എന്നെ പോകാൻ വിടില്ല, അത് തന്നെയാണ് ഉണ്ടാവുക. അപ്പോൾ അദ്ദേഹം ആലോചിച്ചു. അതിന് ഉദാഹരണമായിട്ട് ആചാര്യൻ പറയാറുണ്ട്, ചില സ്റ്റുഡൻസൊക്കെ ഉണ്ട്, അവർ വലിയ പ്രശ്നക്കാരാവും. അവരെങ്ങനെയെങ്കിലും ആ അക്കാദമിക് കെയർ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി പോയാൽ മതി എന്ന് തോന്നും അവിടെ പഠിപ്പിക്കുന്ന ആ മാഷന്മാർക്കൊക്കെ. ആ സമയത്ത് അദ്ദേഹം പോയി കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഒരു സ്വഭാവ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യം വരുന്നത്. അപ്പോൾ ഈ സ്വഭാവ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വേണ്ടി അദ്ദേഹം ഈ സ്കൂളിൽ വീണ്ടും വന്ന് ഒരു പ്രിൻസിപ്പലിനെ കാണുന്ന സമയത്ത് എനിക്കൊരു സ്വഭാവ സർട്ടിഫിക്കറ്റ് വേണം എന്ന് പറഞ്ഞ്, അപ്പം എന്താ ഉണ്ടാവുക, ആദ്യം തന്നെ കത്തിയെടുത്ത് മേശപ്പുറത്ത് വെച്ചിട്ടാണ് അത്ര പറയുക, എനിക്ക് ഒരു നല്ല സ്വഭാവ സർട്ടിഫിക്കറ്റ് വേണമെന്ന്. പിന്നെ ഇപ്പോൾ എന്തെങ്കിലും ആലോചിക്കുമോ, വേഗം ഒപ്പിട്ടങ്ങോട്ട് കൊടുക്കുക, അത്രയല്ലേ പതിവുള്ളൂ. അതേമാതിരിയാണ് അത്ര ഹിരണ്യകശിപു വരം ചോദിച്ചപ്പോഴത്തെ ബ്രഹ്മാവിൻ്റെ അവസ്ഥ. അദ്ദേഹം കണ്ണടച്ചുകൊണ്ട് ഭഗവാനെ അങ്ങോട്ട് ധ്യാനിച്ചു. എന്നിട്ട് രണ്ടും കൽപ്പിച്ച് ആ വരം അങ്ങോട്ട് കൊടുത്തു. ബാക്കി ഭഗവാൻ ഏറ്റോളും ബ്രഹ്മദേവന് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു വരം കൊടുത്തത്. ഈ വരം അങ്ങോട്ട് കിട്ടിയ സമയത്ത് ഹിരണ്യകശിപു ആ പൂർവ്വസ്ഥിതിയിലേക്ക് എത്തി. അദ്ദേഹത്തിൻ്റെ ആ എല്ലും തോലും അസ്ഥിയായിട്ടുള്ള ആ രൂപവും അതൊക്കെ മാറിയിട്ടാണ് കേട്ടോ. ബ്രഹ്മദേവനെ ആ കണ്ട നിമിഷം അദ്ദേഹം കമണ്ഡലുവിൽ നിന്ന് കുറച്ച് ജലമെടുത്ത് ഹിരണ്യകശിപുവിൻ്റെ ദേഹത്തേക്ക് തളിച്ചു അത്രേ. ഈ ദേഹത്തേക്ക് തളിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ പൂർവ്വസ്ഥിതിയിലേക്ക് എത്തി. ഈ പൂർവ്വസ്ഥിതി എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും അസുരൻ എന്ന് പറഞ്ഞാൽ ആചാര്യൻ അനുസ്മരിക്കാറുണ്ട്, 2 കൊമ്പൊക്കെയുള്ള ആ ഒരു കപട മീശയൊക്കെയുള്ള വലിയ ആൾ, അങ്ങനെയൊക്കെയാണ് നമ്മൾ വിചാരിക്കാറ്. ഒന്നുമല്ല, സ്വർണ്ണവർണ്ണത്തിലുള്ള തേജോമയനായ രൂപം തന്നെയായിരുന്നു അത്രേ ഹിരണ്യകശിപുവിൻ്റെ. എന്തായാലും ഹിരണ്യകശിപു നേരെ പോയത് ആ ദേവലോകത്തേക്ക്, സ്വർഗത്തിലേക്കാണ് അത്രേ. അവിടെ ചെന്നപ്പോൾ മെയിനായിട്ടുള്ള ദേവന്മാർ, ഇന്ദ്രാദി ദേവന്മാർ, അവരെയൊന്നും അവിടെ കാണാനില്ല എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഭാഷയിൽ അവരൊക്കെ ഒളിവിൽ പോയിരിക്കുകയായിരുന്നു അത്രേ. ബാക്കി ഇങ്ങനെ ചെറിയ ചെറിയ ദേവന്മാരൊക്കെ ആയിട്ട് അവിടെ ദേവലോകം ഉള്ളത്. ഇദ്ദേഹം അങ്ങോട്ട് ചെന്നു, നേരെ ആ ഇന്ദ്രൻ്റെ ആ ഒരു സിംഹാസനം ഉണ്ടല്ലോ, കാലോണ്ട് അങ്ങോട്ട് തട്ടിയിട്ട് അതിലാ കയറിയിരുന്നു. ഇരുന്നിട്ട് അദ്ദേഹം ഇങ്ങനെ ഒന്ന് നോക്കിയതേ ഉള്ളൂ അത്രേ. അദ്ദേഹത്തിൻ്റെ നോട്ടം കൊണ്ട് അവിടെ ആ വെൺകൊറ്റക്കൊട നിവർന്നു എന്നാണ് പറയണത്. ആ ഒരു ഭാഗം പറയുമ്പോൾ ആചാര്യൻ പറയാറുണ്ട്, ഇന്നൊക്കെ ആണെങ്കിലേ ഒരു സ്വിച്ച് ഇട്ടാലേ ആ കുട നിവരുള്ളൂ. അന്ന് അതൊന്നും വേണ്ടി വന്നില്ല, വെറുതെ ഒന്ന് നോക്കിയപ്പോഴേക്കും ആ കുടയും അങ്ങോട്ട് നിവർന്നു. എന്നിട്ട് എന്നാലിപ്പോൾ തുടങ്ങാം എന്നൊരു ഭാവവും, തുടങ്ങാമെന്ന് പറയേ വേണ്ടി വന്നുള്ളൂ. അപ്പോഴേക്കും ദേവസ്ത്രീകളൊക്കെ നൃത്തം വയ്ക്കാൻ തുടങ്ങി, ദേവന്മാരൊക്കെ പാട്ട് പാടാൻ തുടങ്ങി. ഗംഭീരമായിട്ട് സഭ മുന്നോട്ട് പോവുകയാണ്. ഈ കഥയൊക്കെ നാരദ മഹർഷി യുധിഷ്ഠിരന് പറഞ്ഞു കൊടുക്കുകയാണ് അത്രേ. അത് വേറൊരു സന്ദർഭത്തിൽ, അതായത് രാജസൂയം സന്ദർഭത്തിലാണ് അത്രേ പറഞ്ഞു കൊടുക്കുന്നത്. രാജസൂയം നടക്കുന്നതിൻ്റെ ഇടയിൽ ഉള്ള ഒഴിവ് സമയത്ത്, ഒരു സഭ കൂടുന്ന സമയത്ത് നാരദ മഹർഷി യുധിഷ്ഠിരന് കഥ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അർജുനനും കൃഷ്ണനും ഇത് കേൾക്കാനായിട്ട് മുന്നിൽ തന്നെ ഇരിക്കുന്നുണ്ട്. ഈ ഒരു ഭാഗം വന്നപ്പോൾ കൃഷ്ണൻ അർജുനനെ ഒന്നിങ്ങനെ തട്ടിക്കൊണ്ടൊന്ന് ചിരിച്ചു അത്രേ. ആ ചിരിയുടെ അർത്ഥം വേറൊന്നും ആയിരുന്നില്ല, എല്ലാ ദേവന്മാരെയും ഇങ്ങനെ വട്ടം കറക്കിക്കൊണ്ടിരിക്കുന്ന ഹിരണ്യകശിപു നാരദരെ എന്താ ചെയ്തത് എന്നറിയണം എന്നുള്ള ഭാവത്തിൽ തന്നെയാണ് അത്രേ അദ്ദേഹം ഒന്ന് തട്ടിയത്. ആ സമയത്ത് നാരദ മഹർഷിക്ക് കാര്യം മനസ്സിലായി. നാരദ മഹർഷി പറഞ്ഞു അത്രേ, ആ ഹിരണ്യകശിപു ദേവലോകം വാണിരുന്ന കാലത്ത് ഞങ്ങളെ പോലുള്ളവർക്കൊക്കെ വലിയ സുഖമായിരുന്നു എന്ന്. അപ്പം എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ട് തിരിഞ്ഞു. ഹിരണ്യകശിപു എന്ന ദുഷ്ടൻ വാണിരുന്ന സമയത്ത് ഈ മഹർഷിക്ക് എന്താ ഇത്ര വലിയ സുഖം എന്നറിയാനായിട്ട് എല്ലാവരും അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടേ. അപ്പോൾ പറഞ്ഞു,
അത് വേറൊന്നുമല്ല, എനിക്കൊന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു കേട്ടോ. ഈ ഹിരണ്യകശിപുവിൻ്റെ ആ ഭരണമൊക്കെ ദേവലോകത്ത് എങ്ങനെയാണ് നടക്കുകയെന്ന്. എന്നാലും വിളിക്കാണ്ട് എങ്ങനെയാ കയറി ചെല്ലുകയെന്ന് വിചാരിച്ചിട്ട് ഞാൻ അദ്ദേഹം കാണാൻ പാകത്തിന് ആ സിംഹാസനത്തിന് നേരെ വരുന്ന ആ ഒരു ജനലിൻ്റെ അതിലൂടെയൊക്കെ ഒന്നിങ്ങനെ നടക്കുക. ആ നടക്കുന്ന സമയത്ത് എൻ്റെ കയ്യിൽ എപ്പോഴുള്ള എൻ്റെ വീണ, മഹതി എന്ന് പറഞ്ഞ വീണയിൽ കൈയൊന്നറിയാതെ തട്ടുകയൊക്കെ ചെയ്തു. ആ തട്ടിയ സമയത്ത് അതിൻ്റെ അതിങ്ങനെ വീണയല്ലേ, ശബ്ദം കേൾക്കുമല്ലോ. ഒരു ശബ്ദം ഇങ്ങനെ കേട്ട സമയത്ത് ആരവിടെ എന്ന് ചോദിച്ചു ഹിരണ്യകശിപു. അത് നാരദ മഹർഷിയാണ്, ദേവർഷി നാരദനാണ് എന്ന് പറഞ്ഞ സമയത്ത് പറഞ്ഞു, ഇങ്ങോട്ട് വിളിക്കൂ എന്ന് പറഞ്ഞു. ഉടനെ തന്നെ രണ്ട് ദേവന്മാർ ഓടി വന്നിട്ടാണ് വിളിച്ചത്. അങ്ങേ വിളിക്കുന്നുണ്ട് മഹാരാജാവ്, അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ഇത് കേട്ടപ്പോൾ എനിക്ക് ധൈര്യമായിട്ട് ചെല്ലാം, എന്നെ വിളിച്ചിട്ടാണല്ലോ പോകുന്നത്. ഞാൻ ധൈര്യമായിട്ട് അങ്ങോട്ട് കയറി ചെന്നു. അപ്പോൾ എന്നോട് ചോദിച്ചു, എന്താ ഇവിടെ പാട്ട് കച്ചേരിയായിട്ട് വന്നതാണോ എന്ന് ചോദിച്ചു. അല്ല, കച്ചേരിയൊക്കെ ഞാനിപ്പോൾ കുറേശ്ശെയൊക്കെ പാടാറുണ്ടല്ലോ, അത് അങ്ങേക്ക് അറിയാലോ. അങ്ങ് എങ്ങനെയാ പഴയ പാട്ടുകളൊക്കെ തന്നെയാണോ ഇപ്പോഴും പാടാറ്? ചോദിച്ചതിൻ്റെ അർത്ഥം വിഷ്ണു സ്തുതി തന്നെയാണോ അങ്ങ് ഇപ്പോഴും ചെയ്യാറ് എന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ നാരദ മഹർഷി പറഞ്ഞു, പഴയ പാട്ടിനൊന്നും വേണ്ടത്ര അങ്ങോട്ട് ഡിമാൻഡ് ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഞാനതിപ്പോൾ ഒരു പുതിയ ഭാവത്തിലാണ് ഇപ്പോൾ അവതരിപ്പിക്കുന്നത്. അങ്ങനെയാണല്ലോ മുമ്പ് നമ്മൾ പറഞ്ഞു വച്ചിരിക്കുന്ന കാര്യം, എന്താ പറയുക, പുതിയ രൂപത്തിലും പുതിയ ഭാവത്തിലുമായിട്ട് ഒന്ന് പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിച്ചാൽ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്ന പ്രേക്ഷകരുണ്ടല്ലോ. അപ്പോൾ എന്തായാലും അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ആ പഴയ രീതി ഒന്ന് മാറ്റിപ്പിടിച്ചു. ഇപ്പം എന്താ അങ്ങയുടെ പുതിയ രീതി? അതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ പാട്ട് മാത്രമായാലേ വേണ്ടത്ര ആളുകൾക്ക് അങ്ങോട്ട് രസാവണില്ല. പാട്ടറിയുന്ന ആൾക്കാർക്കാണല്ലോ അത് രസാവുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ചൊരു കഥാശകലം, അതിനുശേഷം കുറച്ച് പാട്ട്, അതിനുശേഷം ഒരു കഥ, അങ്ങനെയൊക്കെ ആയിട്ടാണ്. പുതിയതായിട്ട് അങ്ങിപ്പം അതിന് എന്താ പേരിട്ടിരിക്കണേന്ന് ചോദിച്ചു. ഞാൻ മഹാവീരചരമം എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത്. മഹാവീരചരമമോ, അതെന്താ സംഭവം എന്ന് ചോദിച്ച സമയത്ത് പറഞ്ഞു, എൻ്റെ വലിയ സുഹൃത്തായിരുന്നു ഈ ഹിരണ്യാക്ഷനെ. ആ സമയത്ത് ഹിരണ്യാക്ഷനെ വിഷ്ണു വധിക്കപ്പെട്ട സമയത്ത് എനിക്കൊരു വലിയ വിഷമം. കാരണം അദ്ദേഹത്തിനെ കുറച്ചൊക്കെ ഇളക്കി വിട്ടത് ഞാനാണ്. എന്നിട്ട് അദ്ദേഹത്തിന് ഇങ്ങനെ ഇന്ന് സംഭവിച്ചുല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് എനിക്കൊരു വിഷമം. അതുകൊണ്ട് എന്നും പറഞ്ഞ് അദ്ദേഹം ആ കഥ, ആ ഹിരണ്യാക്ഷവധം അവിടെ ഇരുന്ന് വിസ്തരിച്ച് പാട്ടും കഥയും ഏതാണ്ട് ഒരു ഹരികഥാ പ്രഭാഷണം പോലെ അങ്ങോട്ട് പറഞ്ഞു അത്രേ. ഇത് കേട്ടപ്പോൾ ഇങ്ങനെ ദേഷ്യം കൊണ്ട് ഇങ്ങനെ വിറയ്ക്കാൻ തുടങ്ങി ഹിരണ്യകശിപു. ആ സമയത്ത് നാരദ മഹർഷി പറഞ്ഞു, ഇപ്പോൾ അങ്ങേക്ക് ഒരു തോന്നലില്ലേ പാവം ഹിരണ്യാക്ഷന്? അത് മാത്രമല്ല, അങ്ങേക്ക് തോന്നുന്നില്ലേ ആ വിഷ്ണു വളരെ ദുഷ്ടനാണ് എന്ന്? ഇത് തന്നെയാണ് എനിക്ക് ആവശ്യം. ഇത് കേൾക്കുന്ന ആൾക്കാർക്കൊക്കെ മനസ്സിലാവും ഹിരണ്യാക്ഷൻ എന്തൊരു പാവമായിരുന്നു എന്ന്. അപ്പോൾ ആ ഹിരണ്യാക്ഷനോട് എല്ലാവർക്കും ഒരു പാവം, ഒരു സിമ്പതിയൊക്കെയാണ് വരിക. എന്നാൽ വിഷ്ണു ഭഗവാനോടോ എല്ലാവർക്കും ദേഷ്യമാണ് വരിക. ഇതന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞു. ഇത് കേട്ട സമയത്ത് ഹിരണ്യകശിപുവിന് തോന്നിയിട്ടേ അത് ശരിയാണല്ലോ എന്ന്. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, നാൽപ്പം അങ്ങോട്ട് കൊണ്ടുവരിക എന്ന് പറഞ്ഞു. അത് കൊണ്ടുവരിക എന്ന് പറയുകയേ ചെയ്തുള്ളൂ. അപ്പോഴേക്കും ദേവന്മാരതാ താലത്തിൽ ഒരു എന്താ പറയുക, പട്ടും വളയും കൊടുക്കുക എന്ന് പറഞ്ഞതുണ്ടല്ലോ, വീരശൃംഖലയും കൊണ്ടുവന്നു. ആ സമയത്ത് ഇങ്ങോട്ട് മുന്നിലേക്ക് കടന്നു വന്നോളൂ എന്ന് പറഞ്ഞ സമയത്താണ് നാരദ മഹർഷിക്ക് 2 ശിഷ്യന്മാരുണ്ട് അത്രേ. ആ ശിഷ്യന്മാരോട് നാരദ മഹർഷി ഇങ്ങനെ മുന്നിലേക്ക് പോയിക്കോളാൻ പറഞ്ഞു അത്രേ. ഒന്ന് തുമ്പുരു, പിന്നെ ഒന്ന് വിശ്വാസം എന്ന് പറഞ്ഞ 2 ശിഷ്യന്മാരാണ് അത്രേ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ 2 ശിഷ്യന്മാരോട് വാങ്ങിക്കോളാൻ പറഞ്ഞു. ഈ 2 ശിഷ്യന്മാർ വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഗുരുവിന് കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ 3 പേർക്കും വീരശൃംഖല അണിയിച്ചു. ഈ വീരശൃംഖല കിട്ടിയതിന് ശേഷം പിന്നെ ഒരു ഹിരണ്യകശിപുവിൻ്റെ ഒരു നടപടിയും കൂടി ഉണ്ടായി കേട്ടോ. അങ്ങ് ഇത് 4 ആൾ കൂടുന്ന എല്ലായിടത്തും പോയി അങ്ങോട്ട് പ്രചരിപ്പിക്കുക. അതിന് വേണ്ടുന്ന എന്താ അലവൻസോ DA അങ്ങനെയൊക്കെ പറയുമല്ലോ, അതെന്തൊക്കെയാ വേണ്ടത് വെച്ചാൽ അതൊക്കെ ഇവിടെ നിന്ന് നേരേക്ക് തരാം, ഞാൻ വേണ്ടത് ചെയ്തോളാം എന്ന് പറഞ്ഞു അത്രേ. അങ്ങനെ ഹിരണ്യകശിപുവിൻ്റെ ആ ഒരു ചെലവിൽ ഹിരണ്യാക്ഷവധം പാടിക്കൊണ്ട് നടക്കലായിരുന്നു നാരദ മഹർഷിയുടെ പണി എന്നാ പറയണത്. ഇത് കേട്ടിട്ട് അന്ന് രാജസൂയ യജ്ഞത്തിന് വന്നിട്ടുള്ള രാജാക്കന്മാരും യുധിഷ്ഠിരനും കൃഷ്ണനും അർജുനനും ഒക്കെ ചിരിച്ചിട്ട് ഇത് അങ്ങയെ കൊണ്ട് മാത്രമേ സാധ്യമാവുള്ളൂ എന്ന് പറഞ്ഞു അത്രേ നാരദ മഹർഷിയോട്. അപ്പോൾ എന്തായാലും ആ ഹിരണ്യകശിപുവിന് പിന്നീട് വീണ്ടും നമുക്ക് ആ ഹിരണ്യകശിപുവിൻ്റെ അടുത്തേക്ക് വരാം. ഹിരണ്യകശിപുവിന് പ്രഹ്ലാദൻ എന്നൊരു ഉണ്ണി ഉണ്ടായിരുന്നു എന്നും കയാദു എന്ന ആ ഒരു രാജ്ഞിയിൽ പ്രഹ്ലാദൻ എന്നൊരു ഉണ്ണി ഉണ്ടായിരുന്നു എന്നും ആ സമയത്ത് ദേവലോകത്തുള്ള ദേവന്മാർക്ക് മുഴുവൻ തിരിച്ച് ദേവലോകം പ്രാപിക്കാൻ പറ്റാത്തൊരവസ്ഥയായി ആകെ തകിടം മറിഞ്ഞു. മാത്രമല്ല
ദേവന്മാരെല്ലാം പട്ടിണിയായി എന്നാ പറയണേ. അങ്ങനെ പട്ടിണിയായി എന്നൊന്നും പറയാൻ പാടില്ല, വായുഭക്ഷണമായിരുന്നു അവർക്ക് ആ സമയത്ത് എന്നാണ് പറയണത്. അവര് രഹസ്യമായിട്ടൊന്ന് ഭഗവാനെ തന്നെയാണ് സമീപിച്ചത്. രഹസ്യമായിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ, പരസ്യമായി ചെയ്യാൻ പറ്റില്ലല്ലോ, ഹിരണ്യകശിപു ഉണ്ടല്ലോ. അപ്പം അതുകൊണ്ട് രഹസ്യമായിട്ട് അവരൊന്ന് വിഷ്ണു ഭഗവാനെ തന്നെ ഇതിന് ആശ്രയമായിട്ട് കണ്ടു. അദ്ദേഹത്തിനോട് അറിയിച്ചു തങ്ങളുടെ ബുദ്ധിമുട്ടെല്ലാം. അദ്ദേഹം പറഞ്ഞു, പ്രഹ്ലാദൻ എന്നൊരു ഉണ്ണിയുണ്ട്, ആ ഉണ്ണിക്ക് ഓരോ ബുദ്ധിമുട്ടുകൾ വരാനുണ്ട്, ആ ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് ഞാനതാ അവിടെ അവതരിക്കുന്നതാണ്, ഹിരണ്യകശിപുവിൻ്റെ കാലം കഴിയുന്നതാണ് എന്ന്. ഇത് കേട്ടതും ഇവർക്ക് സന്തോഷമായി. ഇനി ഈ പ്രഹ്ലാദനുണ്ടോ എന്നല്ലേ അറിയേണ്ടത് അടുത്തതായിട്ട്. അങ്ങനെ അവർ ആള് മാറി വേഷം മാറിയിട്ട് ആ ഹിരണ്യകശിപുവിൻ്റെ കൊട്ടാരത്തിൽ പോയി നോക്കിയപ്പോൾ അവിടെ അതാ നല്ലൊരു ഉണ്ണി, ഭാഗവതോത്തമനായിട്ടുള്ള പ്രഹ്ലാദൻ, ഒരു 5 വയസ്സുകാരൻ ഉണ്ണി അവിടെ ഉണ്ട്. അപ്പോൾ ദേവന്മാർക്ക് വലിയ സന്തോഷമായി. ആ ഉണ്ണി അദ്ദേഹം പറഞ്ഞ പോലെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇനി വലിയ താമസമില്ലാതെ ഹിരണ്യകശിപുവിൻ്റെ വധം നടക്കുക തന്നെ ചെയ്യുമെന്ന് കരുതി ദേവന്മാരെല്ലാവരും ആശ്വാസം കണ്ടെത്തി. ഈ സമയത്താണ് പ്രഹ്ലാദൻ എന്ന ഉണ്ണിയെ ആ ഹിരണ്യകശിപു വാത്സല്യപൂർവം ഒരു ദിവസം വിളിച്ച് അദ്ദേഹത്തിൻ്റെ മടിയിലിരുത്തുന്നത്. ഈ മടിയിലിരുത്തിയ സമയത്ത് പ്രഹ്ലാദനോട് ചോദിച്ചു ഉത്രേ, ഉണ്ണി പ്രഹ്ലാദ, അച്ഛനെ നോക്കൂ, എന്താണ് അച്ഛനോട് ഉണ്ണിക്ക് പറയാനുള്ളത്? കുറേ നേരമായി അങ്ങ് അച്ഛൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുന്നു, എന്താ ഉണ്ണിക്ക് പറയാനുള്ളത് എന്ന് ചോദിച്ചു. ആ സമയത്ത് പറഞ്ഞു, എനിക്കിപ്പോൾ പറയാനുള്ളത് അങ്ങ് നാമം ജപിച്ചോളൂ എന്നാണ് പ്രഹ്ലാദൻ പറഞ്ഞത്. അത് കേട്ടപ്പോൾ ഹിരണ്യകശിപുവിന് അങ്ങോട്ട് ദേഷ്യം വന്നു. നാമം ജപിച്ചോളൂന്നോ? അച്ഛനാണ് ഉണ്ണി ഈ 14 ലോകങ്ങളുടെയും അധിപനായിട്ട് വാഴുന്നത്. അപ്പോൾ എന്നെയാണ് എല്ലാവരും സ്മരിക്കേണ്ടത്. അല്ല, അത് അച്ഛന് തെറ്റുപറ്റിയതാണ്, ഹരിശരണം ഹരിശരണം എന്ന് പറഞ്ഞോളൂന്ന്. അപ്പോൾ ഹിരണ്യകശിപുവിന് ദേഷ്യം വന്നു കേട്ടോ. അദ്ദേഹം വിചാരിച്ചു, ഇവനെ വേണ്ട രീതിയിൽ വിദ്യാഭ്യാസം കിട്ടുകയാണെങ്കിൽ ഇങ്ങനെയുള്ളത് ഒന്നും പറയാതിരുന്നോളും, അതുകൊണ്ട് ഇവനെ വേഗം കൊണ്ടുപോയി സ്കൂളിൽ ചേർത്താമെന്ന്. അങ്ങനെ ഇദ്ദേഹം ആ ഒരു പഠനത്തിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് പഠിക്കാനായിട്ട് പറഞ്ഞയച്ചു. അങ്ങനെ പഠിക്കുന്ന കാലത്തിൻ്റെ ഇടയിൽ ഇപ്പോഴത്തെ ഈ ശനി ഞായറും അവധി പോലെയുള്ള ഒരവധി ദിവസം പ്രഹ്ലാദനെ വീണ്ടും ഹിരണ്യകശിപു വിളിച്ച് മടിയിലിരുത്തിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഉണ്ണി എന്തൊക്കെയാണ് ഉണ്ണിയെ അവിടെ പഠിപ്പിക്കുന്നത്? എന്നാ അച്ഛനൊന്ന് പറഞ്ഞു തരൂ, കേൾക്കട്ടെ. അപ്പോൾ ഹിരണ്യകശിപു വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ, പുതിയതായിട്ട് പഠിപ്പിക്കുന്ന ഈ മഴ കുടകുടാന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴത്തെ കുട്ടികൾ പാടുന്ന പോലത്തെ എന്തെങ്കിലും ഒരു പാട്ട്, അതിങ്ങനെ ശ്രുതിയും താളമൊന്നും ഇല്ലാതെ പാടുന്നത് കേൾക്കാനുള്ളൊരു രസം അത്രയേ വിചാരിച്ചുള്ളൂ. അങ്ങനെയാണ് പ്രഹ്ലാദനെ വിളിച്ച് മടിയിലിരുത്തിയത്. അപ്പോൾ പ്രഹ്ലാദനാണെങ്കിലോ, അച്ഛൻ ഈ ഹരിശരണം 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 എന്ന് ചൊല്ലുന്നതിൻ്റെ ആ ഒരു ആത്മനിർവൃതി അതെത്രത്തോളം വലുതാണ് എന്നുള്ളത് അറിയോ എന്നാണ് ചോദ്യം. ഇത് കേട്ടപ്പോൾ ഒന്ന് അട്ടഹസിച്ച് ചിരിച്ചു അത്രേ ഹിരണ്യകശിപു. എന്നിട്ട് പറഞ്ഞു, ദേവന്മാരുടെ ഒരു കാര്യേ, എൻ്റെ ഉണ്ണി അതാ സ്കൂളിലേക്ക് അല്ലെങ്കിൽ ഈ അധ്യയനം ചെയ്യാനായി പോകുന്ന സമയത്ത് അവിടെ എവിടെയോ പതുങ്ങിയിരുന്നിട്ട് ഉണ്ണിക്ക് എന്തോ കൽക്കണ്ടോ മുന്തിരിയോ ശർക്കരയോ അങ്ങനെ എന്തോ കൊടുത്ത് 1-ാമത്തെ ദിവസം കൊടുത്തു, 2-ാമത്തെ ദിവസം കൊടുത്തു, 3-ാമത്തെ ദിവസമായപ്പോൾ ഞങ്ങളുടെ കയ്യിലില്ല, ഉണ്ണിയുടെ പേരെന്താന്നൊക്കെ ചോദിച്ച് ഒന്ന് പാട്ടിൽ പിടിച്ചു. 4-ാമത്തെ ദിവസം കൈ നിറയെ തരാമെന്നും പറഞ്ഞു. 4-ാമത്തെ ദിവസം കൈ നിറയെ തരുന്ന സമയത്ത് ഉണ്ണിയുടെ അച്ഛനോട് പറയണം ഹരിശരണം എന്ന് ചൊല്ലാൻ. അങ്ങനെ എന്തോ ഒന്ന് പഠിപ്പിച്ച് വിട്ടതാണ് കേട്ടോ എന്നാണത്ര അദ്ദേഹം വിചാരിച്ചത്. ഉടനെ ഈ അധ്യാപകരെ വിളിച്ചു, ഷണ്ടാമർക്കന്മാരെ എന്ന അധ്യാപകരെ, പ്രഹ്ലാദൻ്റെ ഗുരുക്കന്മാരെ വിളിച്ചു. അവരോട് ചോദിച്ചു, എന്താ എൻ്റെ ഉണ്ണി ഞാൻ കേൾക്കാൻ പാടില്ലാത്ത പലതും പറയുന്നുണ്ടല്ലോ എന്ന് ചോദിച്ച സമയത്ത് പറഞ്ഞു, ഇല്ല, ഞങ്ങളായിട്ടൊന്നും പഠിപ്പിച്ചിട്ടില്ല, അങ്ങ് ഞങ്ങൾക്ക് സത്യമാണ് പറയുന്നത്, ഞങ്ങൾക്കിപ്പോൾ ഇത് തെളിയിക്കാൻ വേറെ മാർഗങ്ങളൊന്നുമില്ല, അങ്ങ് ഒരു കാര്യം ചെയ്തോളൂ, 2 പേരെ എപ്പോഴും ഉണ്ണിയുടെ കൂടെ നിർത്തിക്കോളൂ. ഇപ്പോൾ ഈ വഴിയിൽ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ മാറ്റി പറഞ്ഞു കൊടുക്കണ്ടോന്ന് ഇശല്യല്ലോ എന്ന് പറഞ്ഞപ്പോൾ എനിക്കും അങ്ങനെ തോന്നായികയില്ല, ഒരു കാര്യം ചെയ്തോട്ടെ, ഉണ്ണി പോകുമ്പോൾ 2 പേരെ കൂടെ അങ്ങോട്ട് പറഞ്ഞേക്കാം. അപ്പോൾ പറഞ്ഞു, ആ 2 പേർക്ക് കുറച്ചൊരു വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ ഞങ്ങൾ എന്താ അവിടെ പഠിപ്പിക്കണേന്നും കൊണ്ട് കേട്ടാൽ അറിയാൻ പറ്റുമല്ലോ എന്ന്. അങ്ങനെ ആവാം എന്ന് പറഞ്ഞു. അതിനുശേഷം പ്രഹ്ലാദന് 2 ഭടന്മാരെ നിയോഗിച്ചു. അവരുടെ കൂടെയാണ് അങ്ങോട്ട് പോകലും ഇങ്ങോട്ട് വരലും. ഇത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും ചോദിച്ചപ്പോൾ പ്രഹ്ലാദന് ഒരു മാറ്റവും ഇല്ല എന്ന് മാത്രമല്ല, ഞാനേ മുമ്പ് പറഞ്ഞ പോലെ ഈ ഹരിശരണം ഹരിശരണം എന്ന് പറഞ്ഞാൽ മാത്രം അല്ല കേട്ടോ അച്ഛാ
കാര്യം. അപ്പം ഹിരണ്യകശിപുവിന് തോന്നിയാ മാറ്റമുണ്ട് കേട്ടോ, മാറ്റമുണ്ട്, നല്ല മാറ്റമുണ്ട്. ശ്രവണം കീർത്തനം എന്ന് തുടങ്ങുന്ന ആ നവവിധ ഭക്തികളുണ്ടല്ലോ, അതിനെക്കുറിച്ച് അങ്ങോട്ട് പറഞ്ഞിട്ട് പറഞ്ഞു, ഇതിലേതെങ്കിലും ഒന്ന് ചെയ്താലും മതി, ഇപ്പം ഈ അച്ഛൻ ഇത് ചൊല്ലണം എന്നൊന്നുമില്ല, കേട്ടാലും മതിയെന്ന്. അങ്ങനെയാ പറഞ്ഞത്. ഇത് പറഞ്ഞപ്പോൾ ഹിരണ്യകശിപുവിന് അങ്ങോട്ട് ദേഷ്യം വന്നിട്ട്, ആരാ ഉണ്ണിക്ക് ഇതൊക്കെ പറഞ്ഞു തന്നത് എന്ന് ചോദിച്ചു. അപ്പോഴത്തെ പ്രഹ്ലാദന്റെ മറുപടിയാണ് ഹിരണ്യകശിപുവിന് അതിയായ ക്രോധം വന്നത് അത്രേ. അച്ഛൻ ഇപ്പം അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന്. 5 വയസ്സുകാരൻ ഉണ്ണി പറയാണ്, അച്ഛൻ അതൊന്നും പറഞ്ഞാൽ, വലിയ വലിയ കാര്യങ്ങളൊന്നും പറഞ്ഞാൽ അച്ഛന് മനസ്സിലാവില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. ഇത് കേട്ട ആ ഹിരണ്യകശിപു ക്രോധം കൊണ്ട് 7ാം നിലയുടെ മുകളിൽ നിന്ന്, 7ാം മാളിക മുകളിൽ നിന്ന് ആ ഉണ്ണിയെ ഒറ്റയേറ എറിഞ്ഞു താഴേക്ക്. മാർബിൾ വിരിച്ചിട്ടുള്ള താഴെ ഭാഗമാണ്, ആ ഭാഗത്തേക്കാണ് വലിച്ചെറിഞ്ഞത്. ഈ വലിച്ചെറിഞ്ഞ അപ്പോഴത്തെ ക്രോധത്തിന് അദ്ദേഹം വലിച്ചെറിഞ്ഞതാണ് കേട്ടോ. അപ്പം അദ്ദേഹത്തിന് തന്നെ തോന്നി, ഒന്നും കൂടി ഒന്ന് പരിശ്രമിക്കണമായിരുന്നുവോ, ഞാനിപ്പോൾ എന്തായാലും തല പൊട്ടി ചിതറി മരിച്ചു പോയിട്ടുണ്ടാവും ഉണ്ണി എന്ന് തന്നെ വിചാരിച്ചു. പ്രഹ്ലാദനും മറിച്ച് ചിന്തിച്ചില്ല. 7ാം നിലയുടെ മുകളിൽ നിന്നൊക്കെ വീണാൽ എങ്ങനെയായാലും തല പൊട്ടി ചീന്തന്നെ ഉണ്ടാവുള്ളൂ വിചാരിച്ച് കണ്ണടച്ച് നാരായണാന്ന് വിളിച്ചുകൊണ്ടാണ് അത്രേ ആ പ്രഹ്ലാദൻ താഴേക്ക് വരുന്നത്. താഴെ ഇങ്ങോട്ട് എത്തിയില്ല എന്ന് തോന്നി, എവിടെയോ ഒന്ന് തങ്ങി നിന്നൂലോ എന്ന് തോന്നിയപ്പോഴാണ് കണ്ണു തുറന്നു നോക്കിയത്. കണ്ണു തുറന്ന് നോക്കുമ്പോൾ എന്താ, പ്രഹ്ലാദനെ പോലെ തന്നെ ഒരു 5 വയസ്സുകാരൻ ഉണ്ണിയായ ഭഗവാൻ ആ വായൊക്കെ ഇങ്ങനെ മുറുക്കി പിടിച്ചുകൊണ്ട് ആ പ്രഹ്ലാദനെ ഇങ്ങനെ താങ്ങി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ പേടിച്ചു പോയോ എന്ന് പ്രഹ്ലാദനോടൊരു ചോദ്യം. പേടിക്കാതിരിക്കുമോ ഭഗവാനെ, ഞാൻ 7ാം നിലയിൽ നിന്നല്ലേ വീണത്, ഇപ്പം എങ്ങനെയാ അങ്ങേക്ക് പേടിയുണ്ടോ ചോദിച്ചു. ഇപ്പം എനിക്കങ്ങനെ പേടിയൊന്നുമില്ല, അങ്ങല്ലേ എൻ്റെ കൂടെ ഉള്ളത്, പിന്നെന്തിനാ ഞാൻ പേടിക്കണേന്നാ. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, എന്നാ എനിക്കിപ്പോൾ ഇത്തിരി പേടിയുണ്ട് കേട്ടോ. ആ 7ാമത്തെ നിലയിൽ നിന്ന് ഇങ്ങോട്ട് താഴേക്ക് എത്തുമ്പോഴേക്കും അങ്ങൊക്കെ ആ കാലോ കയ്യോ ഉളുക്കിയിട്ടോ ചതഞ്ഞിട്ടോ ഒക്കെ ഉണ്ടാവുമോ എനിക്ക് വലിയൊരു പേടി. ഇല്ല, ഒന്നുമില്ല ഭഗവാനെ, അങ്ങൊന്നാ ഒന്ന് നടന്നു നോക്കൂ എന്ന് പറഞ്ഞ് പ്രഹ്ലാദനെ അവിടെ വയ്ക്കുന്നു. പ്രഹ്ലാദൻ നടക്കുന്നു. നടന്നപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, അങ്ങെന്നാ 4 അടി ഓടി നോക്കൂ. ഓടിയപ്പോഴും കുഴപ്പമില്ല. അതെ, ഇനിയിപ്പോൾ ഒന്ന് ചാടി നോക്കൂ, ചിലപ്പോൾ ഉള്ളിൽ വല്ല വേദനയും പെട്ടിട്ടുണ്ടോ എന്നുള്ളത് അറിയാലോ. അങ്ങനെ പ്രഹ്ലാദൻ ചാടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഹിരണ്യകശിപു 7ാം നിലയിൽ നിന്ന് ഇങ്ങനെ താഴേക്ക് നോക്കുന്നത്. ഈ നോക്കുന്ന സമയത്ത് ഹിരണ്യകശിപുവിനെ ഭഗവാനെ കാണാനില്ല, ആകെ പ്രഹ്ലാദനെ മാത്രമേ കാണാനുള്ളൂ. പ്രഹ്ലാദനാണെങ്കിലോ ഇത്ര ചാടിയാ മതിയോ, ഇത്ര മതിയോ എന്ന് ഭഗവാനോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് കണ്ടത്. ഇതും കൂടി കണ്ടപ്പോൾ ആ പോയ ക്രോധമൊക്കെ ഇരട്ടിച്ചിട്ടാണ് വന്നിട്ട് ഹിരണ്യകശിപുവിന്. ഹിരണ്യകശിപു അസുരന്മാരിൽ തന്നെ വളരെ ക്രൂരരായിട്ടുള്ള ആളുകളെ നിയോഗിച്ച് ഈ ഉണ്ണിയെ വധിക്കാൻ ഏർപ്പാട് ചെയ്തു. സമുദ്രത്തിലേക്ക് വലിച്ചെറിയാൻ പറഞ്ഞു, അതുപോലെ തന്നെ തീയിലിടാൻ പറഞ്ഞു, ദണ്ട് കൊണ്ട് തല്ലാൻ പറഞ്ഞു. അങ്ങനെ ക്രൂരമായ സർപ്പങ്ങൾ, അഷ്ടനാഗങ്ങളെ കൊണ്ട് കടിപ്പിക്കാൻ പറഞ്ഞു. അങ്ങനെ പല എന്താ പറയുക വേദ്യങ്ങളും ചെയ്ത് ഈ ഉണ്ണിയെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു. അവരവസാനം പരാജയപ്പെടുക തന്നെ ചെയ്തു. അവസാനം ഹിരണ്യകശിപുവിന് തോന്നി, ഇതിപ്പോഴേ ഞാൻ നേരിട്ടല്ല ഇതൊന്നും ചെയ്തത്, ഇതൊക്കെ ഞാനൊരു തേർഡ് പാർട്ടീനെ ഏൽപ്പിക്കുകയല്ലേ ചെയ്തത്. ഞാൻ നേരിട്ട് ഇടപെട്ടാൽ ഇത്രയൊന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ തന്നെ ഒരു 5 വയസ്സുകാരനെ കൊല്ലാൻ എന്താ ഇത്ര ബുദ്ധിമുട്ട്, ഇനിയിപ്പോൾ ഇത് ഞാൻ തന്നെ നേരിട്ടാവാം എന്ന് കയാതുവിനെ വിളിച്ചു. പ്രഹ്ലാദൻ്റെ അമ്മ ആ കയാതുവിനെ വിളിച്ച സമയത്ത് കയാതു വന്നപ്പോൾ കൊടിയ വിഷം ആ അമ്മയുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് പ്രഹ്ലാദന് കൊടുക്കൂ എന്ന് പറഞ്ഞു. കണ്ണിൽ നിന്ന് ധാരധാരയായി കണ്ണീരൊഴുക്കിക്കൊണ്ട് ആ അമ്മ എന്താ ചെയ്യേണ്ടതെന്ന് ശല്യാണ്ട് നിന്നപ്പോൾ പ്രഹ്ലാദന് സംശയമൊന്നും ഉണ്ടായില്ല. ആ അമ്മയുടെ മടിയിൽ അങ്ങോട്ട് കയറിയിരുന്ന് അച്ഛൻ പറഞ്ഞതനുസരിച്ചോളൂ അമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് ആ വിഷം വാങ്ങി സ്വയം അങ്ങോട്ട് കുടിച്ചു. ഇത് കുടിച്ചിട്ടോ ഒരു തലകറക്കം പോലും ഇല്ലാതെ എഴുന്നേറ്റ് അങ്ങോട്ട് നടന്നുപോയി ഇത്രേ. അത് കണ്ടപ്പോൾ കയാതുവിൻ്റെ മനസ്സിൽ ആശ്വാസമാണെങ്കിലും ഹിരണ്യകശിപുവിനെ വല്ലാണ്ട പരിഭ്രമായി. അദ്ദേഹം ചിന്തിച്ചു ഇത്രേ, ഞാനിപ്പോൾ ഉണ്ടല്ലോ എന്താ അപ്പോൾ അത് കണ്ടത്, 1000 പേരെ വധിക്കാൻ അത്രയും പാകത്തിനുള്ള ശക്തമായിട്ടുള്ള വിഷമാണ് ഞാൻ നൽകിയത്, എന്നിട്ട് ഒരു തലകറക്കം പോലും ഇല്ലാതെ അവനത് എഴുന്നേറ്റ് പോകുന്നു. ഇതിപ്പോൾ കുറച്ചു കാലം കൂടി കഴിഞ്ഞാൽ എനിക്ക് വാർദ്ധക്യം ബാധിക്കുന്ന സമയമാവും. ആ സമയമാവുമ്പോഴേക്കും ഈ പ്രഹ്ലാദൻ ഒരു യുവാവായി മാറും. പ്രഹ്ലാദൻ അന്ന് വന്ന് പറയാണ്, അച്ഛൻ എങ്ങനെയാ വിഷത്തിൻ്റെ ആ ഒരു രുചി അറിഞ്ഞിട്ടുണ്ടോ? ഇല്ല, അത് ഞാൻ അറിഞ്ഞിട്ടില്ല. എന്നാൽ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അങ്ങേക്ക് പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഓർമ്മയില്ലേ എന്ന് ചോദിച്ചു ഒരു ലേശം വിഷമെടുത്ത് എൻ്റെ വായിലൊഴിച്ചാൽ എന്താ ഉണ്ടാവുക?
അതിപ്പോൾ അബദ്ധമായില്ലോ എന്നുള്ള രീതിയിൽ അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോഴേക്കും ഷണ്ടാമർക്കന്മാരും മറ്റസുരന്മാരും ഒക്കെ വന്ന് അദ്ദേഹത്തിനോട് പറയും, ഇങ്ങനെ ചിന്തിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്നും വരില്ല, പ്രഹ്ലാദനെയൊക്കെയല്ലേ ഒന്നും കൂടി പറഞ്ഞ് നേരെയാക്കാൻ ശ്രമിക്കാം, നേരെയായില്ല വെച്ചാൽ നമുക്കൊന്നും കൂടി വധിക്കാനുള്ള ഏർപ്പാട് ചെയ്യാം എന്നൊക്കെ അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് ശരിയാണ് എന്ന് തോന്നി. എന്നാൽ ഒന്നും കൂടി പറഞ്ഞ് മനസ്സിലാക്കണമല്ലോ. അതിനിപ്പോൾ എന്താ ചെയ്യണ്ടേ? പ്രഹ്ലാദനെ പിടിച്ചൊരു തൂണിൽ കെട്ടി അങ്ങോട്ട് ഇട്ടു. കെട്ടിയിട്ടിട്ട് ഷണ്ടാമർക്കന്മാരോട് പറഞ്ഞു, ഇനി ഇവിടെ ആവാം പാഠശാല, ഉണ്ണി അവിടെ കെട്ടിൽ നിന്നോട്ടെ, ബാക്കിയുള്ള കുട്ടികളെ ഇങ്ങോട്ട് വിളിച്ചോളൂ, ഇവിടെ നിന്നിട്ടാവാം പാഠശാല, എനിക്കാണ് കാണും കേൾക്കുകയൊക്കെ ചെയ്യാലോ എന്ന്. ഇന്ന് അങ്ങനെ ആവാമെന്ന് കരുതി അങ്ങനെ പഠനമൊക്കെ തുടങ്ങി. മറ്റു കുട്ടികളൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ പ്രഹ്ലാദൻ മാത്രം ഇങ്ങനെ കെട്ടിൽ നിന്നുകൊണ്ട് ആ പഠനം തുടങ്ങി. ഇങ്ങനെ ഒരു ദിവസം ഉച്ച സമയത്ത് പ്രഹ്ലാദൻ്റെ അടുത്ത് മറ്റു കുട്ടികൾ, ഈ ടീച്ചേഴ്സൊക്കെ ലഞ്ച് ബ്രേക്കിന് പോകുന്ന ആ ഒരു സമയം, ആ സമയത്ത് പ്രഹ്ലാദൻ്റെ അടുത്ത് മറ്റു കുട്ടികൾ വന്ന് പറഞ്ഞു, ഉണ്ണി പ്രഹ്ലാദ, എന്തിനാണ് ഇങ്ങനെ ഓരോ ശാഠ്യങ്ങൾ കാണിക്കണത്? അങ്ങേക്ക് അച്ഛൻ പറഞ്ഞാൽ അനുസരിക്കാമെന്ന് പറയാറുന്നില്ലേ? അങ്ങനെയാണെങ്കിൽ ഇപ്പം ഈ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടാവുമോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അല്ല അപ്പം എനിക്ക് നാമം ചൊല്ലണ്ടേ ചോദിച്ചു പ്രഹ്ലാദൻ. അത് ചോദിച്ചതും പറഞ്ഞു, ഉണ്ണി നാമം ചൊല്ലിക്കോളൂ, അതിനിപ്പോൾ എന്താ വിരോധം? ഇപ്പം വേണമെന്നില്ല, 60 70 വയസ്സായാൽ ചൊല്ലാലോ നാമം. അപ്പോഴൊക്കെയൊക്കെ ഈ ഹിരണ്യകശിപു ഉണ്ടാവുന്നെന്താ ഉറപ്പ്? ഇനിയിപ്പോൾ അഥവാ ഉണ്ണിയുടെ അച്ഛൻ അന്ന് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ കണ്ണും കാതിൽ ഒന്നും കേൾക്കാത്ത അവസ്ഥയിലാവും. ആ സമയത്ത് നാമം ജപിക്കേണ്ടെന്നൊന്നും ആരും പറയില്ല എന്ന് പറഞ്ഞപ്പോൾ, അങ്ങനെയല്ല, എത്രത്തോളം ചെറുപ്പത്തിൽ നാമം സ്വായത്തമാക്കുന്നോ അത്രയും നല്ലത് എന്നുള്ള ഉപദേശമാണ് പ്രഹ്ലാദനിൽ നിന്ന് മറ്റു കുട്ടികൾക്ക് കേൾക്കാൻ തുടങ്ങിയത്. അങ്ങനെ മറ്റു കുട്ടികളോട് ഭഗവാനെക്കുറിച്ചുള്ള വർണ്ണന ഈ ലഞ്ച് ബ്രേക്ക് സമയത്ത് പ്രഹ്ലാദൻ ചെയ്യാൻ തുടങ്ങി. കുറേശ്ശെ എന്തായി എന്നറിയൂ, എല്ലാ കുട്ടികൾക്കും ഹരിശരണം എന്ന് വിളിക്കാൻ തോന്നി തുടങ്ങി. അങ്ങനെ അവർ ഹരിയെ തന്നെ ശരണം പ്രാപിക്കാൻ തീരുമാനിച്ചു. ആദ്യമൊക്കെ ഉണ്ടല്ലോ, പ്രഹ്ലാദൻ നാമം ചൊല്ലാൻ പറയും, സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം എന്നൊക്കെ ചൊല്ലും. പക്ഷെ ആരും ഏറ്റു ചൊല്ലില്ല, ഗോവിന്ദ ഗോവിന്ദ എന്നും പ്രഹ്ലാദൻ തന്നെ ചൊല്ലൂത്രേ. പിന്നെ അതൊരു ശീലമായി മാറി കഴിഞ്ഞപ്പോൾ കുട്ടികളൊക്കെ നാമം ചൊല്ലാൻ തുടങ്ങി കിട്ടാനുള്ള പ്രയാസമേ ഉള്ളൂ. പിന്നെ കുട്ടികളൊക്കെ ഉറക്കെ തന്നെ നാമം ചൊല്ലൂത്രേ. അങ്ങനെ നാമം ചൊല്ലി അവിടെ എന്തിനു പറയുന്നു, ആ സഭ ഒരു നാമസങ്കീർത്തനം കൊണ്ട്, ഒരു സജ്ജന സംസർഗം കൊണ്ട് അതൊരു സത്സംഗമായി മാറാൻ തുടങ്ങി. ഇതറിഞ്ഞ ഹിരണ്യകശിപുവിന് ദേഷ്യം വന്നു. ഹിരണ്യകശിപു പറഞ്ഞു, നിനക്ക് മാറാൻ ഒരു അവസാന ചാൻസ് ഞാൻ തരാം. നീ ഇപ്പോൾ മാറി ചിന്തിച്ച് ഈ ഹരിശരണം മാറ്റി ഹിരണ്യകശിപുവായ നമ എന്നൊക്കെ പറയാൻ തയ്യാറായാൽ നിന്റെ ജ്യേഷ്ഠ ഭ്രാതാക്കൾക്കുള്ള ഈ ഒരു രാജ്യത്തിന്റെ അവകാശം മുഴുവൻ മാറ്റി നിന്നെ രാജാവായി വാഴിക്കാം. ഈ 14 ലോകങ്ങൾക്കും രാജാവായിരിക്കണോ അതോ എൻ്റെ ഈ ഒരു വാളിന് ഇരയാവണോ, എന്താന്ന് വെച്ചാൽ തീരുമാനിക്കൂ എന്ന് പറഞ്ഞു. പ്രഹ്ലാദന് സംശയമൊന്നും ഉണ്ടായില്ല. ഞാൻ നാമം ജപിക്കുകയാണ്, നാമം ജപിക്കുന്നതിൻ്റെ ഒരു പുണ്യം അത് എത്രത്തോളം വലുതാണെന്നുള്ളത് അച്ഛന് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് തന്നെയാണ് ഉണ്ണി പറയണത്. ഇത് കേട്ട സമയത്ത് അദ്ദേഹം ചോദിച്ചു, നിനക്ക് ഈ നാമം ജപിക്കാനുള്ള ആ ഒരു ബുദ്ധി തോന്നുന്ന, അല്ലെങ്കിൽ നിനക്ക് അങ്ങനെയുള്ള ഒരു, വെറുതെ ഈ ഹിരണ്യകശിപുവിൻ്റെ മുമ്പിൽ വന്ന് ആരും ഹരിശരണം എന്ന് പറയില്ല. അപ്പം ഇതിന് നിനക്കൊരു പിൻബലം വേണം. എന്താണ് നിന്റെ പിൻബലം എന്ന്? അച്ഛനിങ്ങനെ വാളും പിടിച്ച് നിൽക്കാനുള്ളൊരു ബലം കിട്ടുന്നില്ലേ, അത് എവിടുന്നാണോ കിട്ടുന്നത് ആ ബലം അവിടെ നിന്ന് തന്നെയാണ് എനിക്കും കിട്ടുന്നത്. അച്ഛനിലുള്ള ഈശ്വരൻ തന്നെയാണ് എന്നിലുള്ള ഈശ്വരനും എന്നാണ് കുട്ടി പറയുന്നത്. അത് പറഞ്ഞിട്ട് പറഞ്ഞു, എനിക്ക് ബലം വൈകുണ്ഠ, എനിക്ക് വൈകുണ്ഠനാഥനാണ് ആ ബലം തരുന്നത് എന്ന്. ഇത് കേട്ടതും ഹിരണ്യകശിപുവിന് ദേഷ്യം വന്നുകൊണ്ട് ചോദിച്ചു, അങ്ങനെയെങ്കിൽ ഈ തൂണിൽ നിന്റെ ഈ വൈകുണ്ഠനാരായണനുണ്ടോ എന്ന്. തൂണിലും തുരുമ്പിലും ഉണ്ടെന്ന് അദ്ദേഹം പറയുന്ന ആ ഒരു ഭാഗം വെച്ചിട്ടാണ് 24ാമത്തെ ദശകം അവിടെ അവസാനിക്കുന്നത്. ഇത് കണ്ട സമയത്ത് ഉണ്ണികൃഷ്ണൻ ഇങ്ങനെ ആവേശപൂർവ്വം നിൽക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഒരു വരവുണ്ടാവും ആ ഹിരണ്യകശിപുവിനെ വധിക്കാനായിട്ട്, നരസിംഹമൂർത്തിയായിട്ട് എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് അദ്ദേഹം ഗ്രന്ഥകേട്ട അടച്ച് ഇറങ്ങി പോകുന്നത്. ഈ സമയം ഉണ്ണികൃഷ്ണന് വലിയ വിഷമമായി. ഉണ്ണികൃഷ്ണൻ പറഞ്ഞു, അങ്ങനെ അങ്ങോട്ട് പോയാലോ, ആ ഹിരണ്യകശിപു വാളങ്ങോട്ട് വീശിയാലോ, പ്രഹ്ലാദൻ എന്തെങ്കിലും പറ്റില്ലേ, അങ്ങ് ഇതൊന്ന് എന്നെ ആ തൂണിൽ നിന്നൊന്ന് പുറത്തേക്ക് വിട്ടിട്ട് പോയിക്കൂടെ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എനിക്ക് തീരെ വയ്യാതായിരിക്കണമെന്ന്. രക്തവാദമാണല്ലോ, ഇടയ്ക്കിടയ്ക്ക് വേദന വല്ലാതെ കൂടും. അങ്ങനെ വല്ലാതെ കൂടിയ സമയത്ത് അദ്ദേഹം ഇത് അടച്ചു പോയത്. ഭഗവാനും തോന്നി, പാവം എൻ്റെ പട്ടേരിക്ക് നല്ല വേദനയുണ്ട്, അതുകൊണ്ട് തന്നെയാണ് പോയതെന്ന്. പക്ഷെ എന്നാലും
അദ്ദേഹത്തിന് വല്ലാത്തൊരു വിഷമം തോന്നിയിട്ടോ. ഇങ്ങനൊരു ഭാഗത്ത് നിർത്തേണ്ടിയിരുന്നില്ല എന്നൊരു തോന്നൽ. അങ്ങനെ അദ്ദേഹം വിചാരിച്ചു, ഇതിനൊരു പരിഹാരം കണ്ടെത്തണമല്ലോ. പട്ടേരിക്ക് വയ്യാണ്ടായ എന്താ ഉണ്ടാവുക, നാരായണീയം നിൽക്കും. നാരായണീയം നിൽക്കാൻ വയ്യല്ലോ എന്ന് കരുതിയിട്ട് പിറ്റേ ദിവസം രാവിലെ 3 മണിക്ക് തന്നെ ഭഗവാന്റെ എല്ലാ പ്രഭാത കൃത്യങ്ങളും ഒക്കെ ചെയ്ത് മലര് നേദ്യമൊക്കെ കഴിഞ്ഞ സമയത്ത് ഇന്നത്തെ മേൽപ്പത്തൂർ ഓഡിറ്റോറിയം അവിടെയാണത്രേ പഴയത്ത് മാളിക എന്ന് പറഞ്ഞ്, പഴയത്ത് എന്ന ഇല്ലത്ത് ഒരു ഓദിക്കൻ കുടുംബമാണ്. ആ ഇല്ലത്താണ് മേൽപ്പത്തൂരിൻ്റെ വിശ്രമസ്ഥാനം. അവിടേക്ക് നേരെ അങ്ങോട്ട് പോയി ആ മേൽപ്പത്തൂരിൻ്റെ കാലിൽ ഒന്ന് ആ കുഞ്ഞി കൈവച്ചൊന്ന് തടവി കൊടുത്തു. പാവം എൻ്റെ പട്ടേരി എന്നുള്ള ഭാവത്തിൽ കാരുണ്യാർദ്രമായ ഒരു നോട്ടവും. ഇതോടുകൂടി എന്താണ്ടായേ, മേൽപ്പത്തൂര് ഞെട്ടി ഉണർന്നു. മണി 5 അടിച്ചു. കേളികൊട്ട് കേൾക്കുന്നുണ്ട് അമ്പലത്തിൽ നിന്ന്. അദ്ദേഹത്തിന് എഴുന്നേറ്റ് അങ്ങോട്ട് നടന്ന സമയത്ത് ആ കാലിൻ്റെ വേദനയൊക്കെ എങ്ങടാ പോയെന്ന് ശല്യ ഊർജ്ജസ്വലനായിട്ടാണ് അദ്ദേഹത്തിന് മനസ്സിലാവണത്. എൻ്റെ വാതരോഗമൊക്കെ പൂർണ്ണമായും ഭേദമായി എന്നാ തോന്നണേ വിചാരിച്ചു. അദ്ദേഹം കുളിച്ചു വന്ന ശീവേലി കഴിയാൻ നിൽക്കുമായിരുന്നു അത്രേ. അടുത്ത 25ാമത്തെ ദശകം പ്രഹ്ലാദ ചരിതം അല്ലെങ്കിൽ ആ നരസിംഹ അവതാരം ഭഗവാനെ കേൾപ്പിക്കാനായിട്ട് ഭഗവാനും അത് തിടുക്കമായി അങ്ങനെ വളരെ ഊർജ്ജസ്വലനായിട്ട് അദ്ദേഹം എഴുതിയതാണ് സ്തംഭേ ഘട്ടയതോ ഹിരണ്യകശിപോ എന്ന് തുടങ്ങുന്ന 25ാമത്തെ ദശകം. അതിൻ്റെ അത്ര കട്ടിയായിട്ട് നാരായണീയത്തിൽ വേറെ ഒരു ദശകം കാണാൻ സാധിക്കില്ല എന്നാണ് പറയാറുള്ളത്. അപ്പോൾ അത് ആ ഊർജ്ജസ്വലതയോടുകൂടി അദ്ദേഹം എഴുതിയതാണ്. അങ്ങനെ നരസിംഹമൂർത്തിയാണെങ്കിലോ തൂണിൻ്റെ ഉള്ളിൽ ആചാര്യൻ പറയാറുള്ളത് മേക്കപ്പൊക്കെ ഇന്നലെ കഴിഞ്ഞിരിക്കുന്നു. തൂണിൻ്റെ ഉള്ളിൽ ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ് പുറത്തേക്ക് വരാനായിട്ട്. ആ സമയത്താണ് ഹിരണ്യകശിപുവിന് ദേഷ്യം കൊണ്ട് പ്രഹ്ലാദനെ വെട്ടാനായിട്ട് വാളെടുത്ത് തൂണിലേക്ക് വീശാൻ നോക്കിയതും അദ്ദേഹത്തിൻ്റെ ആ വാള് തൊട്ടടുത്ത തൂണിലേക്ക് അങ്ങോട്ട് ആഞ്ഞു തട്ടി ആ തൂണ് പിളർന്ന് ഉഗ്ര നരസിംഹമൂർത്തിയായിട്ട് പുറത്തേക്ക് വന്നു. അദ്ദേഹത്തിനെ ഹിരണ്യകശിപുവിനെ കുറിച്ച് ഇവിടെയാണ് ആചാര്യൻ വളരെ ഗംഭീരമായിട്ട് പറയുന്നത്. മറ്റേതൊരാളാണെങ്കിലും ഈ ഉഗ്രരൂപം കണ്ടാൽ അവിടെ തളർന്നു വീഴും, അല്ലെങ്കിൽ അവിടെ ബോധം കെട്ട് വീഴും. പക്ഷേ ഹിരണ്യകശിപു 2 അടി പിന്നാക്കം മാറിയെന്നേ ഉള്ളൂ. പക്ഷെ അദ്ദേഹം ഊർജ്ജസ്വലനായിട്ട് വാളെടുത്ത് അങ്ങോട്ട് വെട്ടാൻ തുടങ്ങാറായിട്ടോ. ഏകദേശം ആ ലഞ്ച് ബ്രേക്ക് സമയത്താണല്ലോ കുട്ടികൾ നാമം ജപിച്ചതും ഇതൊക്കെ ഉണ്ടായതും. അപ്പോൾ ആ സമയത്ത് 2 മണി ആ സമയത്താണത്രേ ആ നരസിംഹാവതാരം ഇങ്ങോട്ട് പുറത്തേക്ക് വന്നത്. തിളങ്ങുന്ന കണ്ണുകൾ, 3 നെറ്റിയിലെ 3 ചുളിഞ്ഞ വരകൾ, സിംഹത്തിൻ്റെ മുഖം, നിറയെ സട, അതുപോലെ കുഞ്ഞിയ ചെവി, ആ കണ്ണുകളിലേക്ക് നോക്കാൻ പറ്റില്ല അതീവ പ്രകാശം കൊണ്ട്. അത് മാത്രമല്ല നിരയായിട്ടുള്ള 4 പല്ല്, അതിൻ്റെ അപ്പുറത്ത് കൂർത്ത 2 ദംഷ്ട്രകൾ. അങ്ങനെയാണ് ഭഗവാൻ ഇങ്ങോട്ട് പുറത്തേക്ക് വന്നത്. എൻ്റെ പ്രഹ്ലാദനെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയോ എന്ന ഭാവത്തുള്ള ആ ഉഗ്ര നരസിംഹത്തിന് അതീവ കോപമാണ് ഉണ്ടായത്. ആ കോപത്തിൽ ഹിരണ്യകശിപുവിനെ യുദ്ധം ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ തിരുജട അല്ലെങ്കിൽ ആ സട ഇളക്കം ആ ഒരു കാറ്റുകൊണ്ട് ആകാശത്തിലെ മേഘം വരെ പറക്കാൻ തുടങ്ങി. അങ്ങനെയുള്ള സമയത്താണ് അങ്ങനെ ആ സമയത്ത് ആ കുട്ടികളുടെ ഒരവസ്ഥ, ആ കുട്ടികളാകെ കൂടി പേടിച്ചു. അപ്പോൾ ഒരു കുട്ടി പറഞ്ഞു, ഞാനിനി നാമം ജപിക്കില്ല, നാമം ജപിച്ചിട്ട് ഇപ്പം എന്താ ഉണ്ടായത്, ഇവിടെ ഇപ്പം ദാ എന്തൊക്കെയോ നടക്കുന്നു. അപ്പം അടുത്തുള്ള കുട്ടി പറഞ്ഞു, നാമം ജപിച്ചില്ലാച്ചാ ചത്തുപോവും, അതിലൊരു സംശയവും ഇല്ല. ഇത് കണ്ടില്ലേ ഇപ്പോൾ വന്നിരിക്കുന്നത്, ഹിരണ്യകശിപു നാമത്തിനെതിരെ നാമാപരാധം പറഞ്ഞതുകൊണ്ടാണ്. എന്നാൽ പിന്നെ തരക്കേടില്ല എന്ന് വിചാരിച്ച് നാമം ജപിക്കാൻ തുടങ്ങി. അങ്ങനെ കുട്ടികൾ നാമം ജപിക്കുക, ചെവിയിൽ വിരലിട്ടിട്ടാണ് അത്രേ അവർ നാമം ജപിക്കണത്. കണ്ണിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തുറന്നു നോക്കുമ്പോൾ എന്താ സംഭവിക്കണതെന്ന്. മേശയുടെ ചോട്ടിൽ പോയിട്ട് അത്രേ ഇരിക്കണത് ഓരോ കുട്ടികളും. പ്രഹ്ലാദനോ നാമം ജപിച്ചുകൊണ്ട് ആ തൂണിൻ്റെ കെട്ടിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്താണ് ഉഗ്ര നരസിംഹമൂർത്തി ഏകദേശം സന്ധ്യാസമയമായ സമയത്ത്, അപ്പോൾ രാവിലെ അല്ല പകലല്ല, നാരസിംഹവപു ആണ്. അതായത് നരനുമല്ല മൃഗവുമല്ല, രണ്ടും ഇടകലർന്നതാണ്. ആകാശത്തല്ല ഭൂമിയിലല്ല ഭഗവാൻ, അകത്തല്ല പുറത്തല്ല, ഉമ്മറപ്പടിയിൽ ഭഗവാന്റെ മടിയിലേക്ക് ഹിരണ്യകശിപുവിനെ വലിച്ചങ്ങിട്ട് കിടത്തി. ആ കിടത്തുന്ന സമയത്ത് ഹിരണ്യകശിപു അപ്പോഴും തൻ്റെ എല്ലാ
ശക്തിയും ആർജിച്ച് കൊതറി മാറാൻ ശ്രമിക്കവേ അദ്ദേഹത്തിൻ്റെ ഒരു കൈ കൊണ്ട് വാളുള്ള ഹിരണ്യകശിപുവിൻ്റെ കൈ അങ്ങോട്ട് പിടിച്ചു. അപ്പോൾ മറ്റേ കൈ ഉയർത്താൻ ശ്രമിച്ചപ്പോൾ മറ്റേ കൈ കൊണ്ട് ആ കൈയും പിടിച്ചു. ആ സമയത്ത് ഹിരണ്യകശിപു വിചാരിച്ചു കാലുകൊണ്ട് കുതിച്ചിട്ട് ഉയരാമെന്ന്. അപ്പോഴെന്താ, ഹിരണ്യകശിപുവിൻ്റെ കാലിൽ ആ നരസിംഹമൂർത്തി തൻ്റെ കാല് പതിപ്പിച്ച് അവിടെ വെച്ചു. അപ്പോഴും ഹിരണ്യകശിപു വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. ഹിരണ്യകശിപു എന്തു ചെയ്തു എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു മുഴുവൻ ശക്തിയും ആർജിച്ചുകൊണ്ട് ഉയർന്നു പൊങ്ങാൻ വേണ്ടി തൻ്റെ മാറത്ത് ആ ഒരു മുഴുവൻ ശ്വാസവും ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ഉയർന്നു വന്ന അദ്ദേഹത്തിൻ്റെ മാറിടം കണ്ടതും ഒരു ആയുധം കൊണ്ടും വധിക്കരുത് എന്ന് പറഞ്ഞ ഹിരണ്യകശിപുവിനെ തൻ്റെ കൂർത്ത നഖങ്ങൾ വെച്ച് ആ നരസിംഹമൂർത്തി നെഞ്ചിലേക്ക് കൈവയ്ക്കലും കീറി അങ്ങോട്ട് പൊളിക്കലും ശബ്ദത്തോടു കൂടി കീറി ആ രക്തം മുഴുവൻ അദ്ദേഹത്തിൻ്റെ മുഖത്തേക്കായി അദ്ദേഹം ആ കുനിഞ്ഞിരുന്നു കൊണ്ട് ആ രക്തം വലിച്ചൂറ്റി കുടിക്കുന്നതിനിടയിൽ ആ കുടൽമാല തേറ്റയിൽ അങ്ങോട്ട് പൊങ്ങി അത് വലിച്ചിങ്ങോട്ട് എടുത്തുകൊണ്ടാണ് അദ്ദേഹം നോക്കുന്നത്. ഇത്രയും ചെയ്ത് ചണ്ടിയായിട്ടുള്ള ആ ഹിരണ്യകശിപുവിൻ്റെ ശരീരം വലിച്ചെറിഞ്ഞ് അടുത്ത് കണ്ട എല്ലാ അസുരന്മാരെയും കടിച്ചു തുപ്പാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ ക്രോധം ഒട്ടും ശമിപ്പിക്കാൻ പറ്റുന്നില്ല. എൻ്റെ ഭക്തനെ ഉപദ്രവിച്ചു, അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അത് സഹിക്കാനുള്ള ആ ഒരു ശക്തി ഹിരണ്യകശിപുവിനോട് അല്ലെങ്കിൽ ക്ഷമിക്കാനുള്ള ഒരു മനസ്സ് നരസിംഹമൂർത്തിക്കില്ല. ആരാണോ തൻ്റെ ഭക്തനെ ഉപദ്രവിക്കുന്നത് അവർക്ക് രക്ഷകനായിട്ട് ഞാനുണ്ട് എന്ന ഭാവത്തിൽ ആ നരസിംഹമൂർത്തി അവിടെ കണ്ടതെല്ലാം നശിപ്പിക്കാൻ തുടങ്ങി. ബ്രഹ്മാവിനെ വളരെ പേടി തോന്നി. ബ്രഹ്മാവ് വേഗം പോയിട്ട് ആ പ്രഹ്ലാദൻ്റെ കെട്ടഴിച്ച് ഉണ്ണിക്ക് മാത്രമേ ഇനി അദ്ദേഹത്തിനെ ക്രോധത്തിൽ നിന്ന് ശമിപ്പിക്കാൻ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞ സമയത്ത് പ്രഹ്ലാദൻ ഓടിച്ചെന്ന് അദ്ദേഹത്തിൻ്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. ആരാണ് തന്നെ നമസ്കരിക്കുന്നത് എന്നറിയാൻ വേണ്ടി ഒന്ന് നോക്കുന്ന സമയത്താണ് പ്രഹ്ലാദനെ കണ്ടത്. പ്രഹ്ലാദനെ കണ്ടതും അദ്ദേഹത്തിൻ്റെ ക്രോധം മുഴുവനും മാറി അദ്ദേഹം ശാന്തസ്വരൂപനായി കരുണാർദ്രമായ ആ ഒരു കണ്ണുകളോട് കൂടിയിട്ടാണ് അദ്ദേഹം പിന്നീട് നോക്കാൻ തുടങ്ങിയത്. ആ പ്രഹ്ലാദനെ എടുത്തു മടിയിലിരുത്തിക്കൊണ്ട് പ്രഹ്ലാദനെ വാത്സല്യപൂർവ്വം അദ്ദേഹം ആ രണ്ട് കൈയും രക്തക്കറ പൂണ്ട രണ്ട് കൈയും ശിരസിൽ വെച്ചുകൊണ്ട് അനുഗ്രഹിച്ച് ആദ്യം ആലോചിച്ചത് ഇവൻ്റെ അച്ഛനെ ഞാൻ വധിച്ചു കഴിഞ്ഞു, ഇനി ഇവന് പുത്രനോടുള്ള വാത്സല്യം എന്ന രീതിയിൽ ഇവനെ സ്നേഹിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഉണ്ണി പ്രഹ്ലാദ അങ്ങേക്ക് എന്ത് വരമാണ് തരേണ്ടത് എന്ന്. ഇവിടെയാണ് പ്രഹ്ലാദൻ്റെ മഹത്വം. ആരെയും എന്താ പറയുക, ദുഷിക്കാത്ത മനസ്സാണ് പ്രഹ്ലാദൻ്റെ. അതുകൊണ്ട് തന്നെ ഉത്തമനായ ഭാഗവതോത്തമനാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ചോദിക്കാൻ തോന്നിയ വരം എന്താണെന്നറിയോ? എൻ്റെ അച്ഛനെ നരകം കാണിക്കരുത് എന്ന്. എന്നെ തീയിലിട്ട, എന്നെ വിഷം കുടിപ്പിച്ച, എന്നെ നഖങ്ങൾ കൊണ്ട് കടിപ്പിച്ച എൻ്റെ അച്ഛനെ നരകം കാണിക്കരുതേ എന്നായിരുന്നു പ്രഹ്ലാദൻ്റെ ആ ഒരു വരം ചോദിച്ചത്. അപ്പോൾ എന്തായാലും ആ വരം കൊടുത്ത് അനുഗ്രഹിക്കുക മാത്രമല്ല, സ്വന്തം മടിയിലിരുത്തിക്കൊണ്ട് ക്രോധം ശമിച്ച ആ നരസിംഹമൂർത്തിയുടെ തൊട്ടടുത്തായിട്ട് ലക്ഷ്മി ദേവിയും കൂടി വന്നിരുന്നു. അങ്ങനെ ലക്ഷ്മി സമേതനായ നരസിംഹമൂർത്തിയുടെ മടിയിലിരിക്കുന്ന പ്രഹ്ലാദന് നമസ്കാരം പറഞ്ഞു. ഈ സമയത്ത് ആ മേൽപ്പത്തൂരിൻ്റെ പോയ വാതരോഗം വീണ്ടും വന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പ്രഹ്ലാദ പ്രിയ ഹേ മരുൾപുരപദേ എന്ന് പറഞ്ഞത് പ്രഹ്ലാദനോട് മാത്രമേ അങ്ങേക്ക് സ്നേഹമുള്ളൂ, എന്നോട് സ്നേഹമില്ല എന്നൊരു പരിഭവം കൂടി പറഞ്ഞുകൊണ്ടാണ് അത്ര ആ ദശകം അവിടെ അവസാനിപ്പിക്കുന്നത്. എന്തായാലും ഇത് പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ക്ഷമിക്കണം. ഗുരുവായൂരപ്പനും നരസിംഹമൂർത്തിയും ക്ഷമിക്കട്ടെ. ഉഗ്രം വീരം മഹാവിഷ്ണും ജ്വലന്തം സർവതോമുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യും നമാമ്യഹം.